കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിക്കെതിരെ പരാതി. ക്യാൻസർ രോഗിയായ വയോധികന് പ്രാഥമിക ചികിത്സ നിഷേധിച്ചെന്നാണ് ആരോപണം. രാവിലെ 6:30 ആശുപത്രിയിലെത്തിയ രോഗി അഡ്മിറ്റാക്കിയത് ഉച്ചയ്ക്ക് 3 മണിക്കാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ചികിത്സ നിഷേധിച്ചതോടെ അവശനിലയിലായ രോഗി വൈകിട്ട് മരിച്ചു. ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. അതേസമയം ചികിത്സ നിഷേധിച്ചെന്ന പരാതി ആശുപത്രിക്ക് ലഭിച്ചില്ല എന്നാണ് സൂപ്രണ്ട് പറയുന്നത്. വർഷ ഗിരീഷിന് കൊടുക്കുന്നു. വർഷ, എന്താണ് ശരിക്കും സംഭവിച്ചത്? മരിച്ച ബാലകൃഷ്ണന്റെ കുടുംബം ആരോഗ്യവകുപ്പിനാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇക്കഴിഞ്ഞ 27-ാം തീയതിയാണ് സംഭവം ഉണ്ടാകുന്നത്. കീമോതെറാപ്പി ചെയ്യുന്ന രോഗിയാണ് ബാലകൃഷ്ണൻ. തുടർന്ന് മെഡിക്കൽ കോളേജിലും അതേപോലെ താലൂക്ക് ആശുപത്രിയിലെല്ലാം രക്തം കയറ്റാൻ വേണ്ടി പോകാറുണ്ട്. ഇങ്ങനെയാണ് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും എത്തിയത്. 6:30-നാണ് ആശുപത്രിയിൽ എത്തിയത്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറായിട്ടുള്ള ഡോക്ടർ പ്രമോദിനോടാണ് ഇക്കാര്യം ആവശ്യപ്പെടുന്നത്. എന്നാൽ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള റെഫറൻസ് വേണമെന്നുള്ളതായിരുന്നു ഡോക്ടറുടെ ആവശ്യമെന്നാണ് കുടുംബം പരാതിയിൽ പറയുന്നത്. തുടർന്ന് വൈകിട്ട് 3 മണിക്ക് മറ്റൊരു ഡോക്ടർ എത്തിയ ശേഷം മാത്രമാണ് ബാലകൃഷ്ണനെ അഡ്മിറ്റ് ചെയ്യാൻ പോലും തയ്യാറായിരുന്നുള്ള കാര്യം കുടുംബം പറയുന്നുണ്ട്. ഇവർ മെഡിക്കൽ കോളേജിലും ഈ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും രക്തം കയറ്റാറുണ്ടെന്നാണ് പറയുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിഷേധിച്ചതെന്നുള്ള കാര്യമാണ് കുടുംബം ചോദിക്കുന്നത്. എന്തായാലും ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് ഈ കുടുംബം, മകൻ അയച്ച പരാതിയിൽ പറയുന്നത്. അതേസമയം തന്നെ ചികിത്സ നിഷേധിച്ചെന്ന പരാതി കിട്ടിയിട്ടില്ല എന്നാണ് സൂപ്രണ്ട് പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണം. തുടർന്ന് അവശനായ ബാലകൃഷ്ണനെ അന്ന് തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ നിന്നാണ് ബാലകൃഷ്ണൻ മരിച്ചത്. രാത്രി 10 മണിയോട് കൂടെ അന്ന് തന്നെ മരിച്ചു എന്നാണ് കുടുംബം പറയുന്നത്. ഒരു പക്ഷേ അന്ന് ആ ചികിത്സ വർഷാഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. കുടുംബത്തിന് ആരോപണം ആശുപത്രിക്കെതിരെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.